വെൽക്കം ബാക്ക് ടു സഞ്ജു സൈസ് ഹാപ്പി വേൾഡ്. ആൻഡ് ഇന്ന് നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്, ദിവ്യദർശനത്തിൽ നമ്മൾ പോവാണ്. അതെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ കയറി വരുമ്പോൾ ഒരു അമ്പലം കണ്ടു കേട്ടോ, അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. കയറി വരുമ്പോൾ നമ്മൾ കണ്ട ഒരു ടെമ്പിളാണിത്, കണ്ടോ? നമുക്ക് പോകേണ്ടത് അങ്ങ് മലേൻ്റെ മുകളിലാണ്. മലേൻ്റെ അങ്ങൊരു ടെമ്പിളാണ്, അവിടെ നമുക്ക് പോകണ്ട. ഫ്രണ്ട്സ്, ഏകദേശം 20 കിലോമീറ്റർ നമുക്ക് ഇവിടുന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ട്. സ്റ്റെപ്പായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്റ്റെപ്പായിരിക്കണം, അറിയില്ല, നമുക്കിപ്പോൾ പോയാലേ അറിയുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ വന്നത് ഒരു ടണൽ കണക്കുന്ന സാധനത്തിൻ്റെ ഉള്ളിൽ കൂടിയായിരുന്നു. സംഭവം സ്മെല്ല് എന്നെല്ലാം പറഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല, അത്രക്കും ഭയങ്കര പെകടായിരുന്നു. അപ്പോൾ കയറി വന്നേ പിന്നെ അത് ഞാനൊന്ന് ശ്വാസം വിട്ടത്, ആക്ച്വലി ശ്വാസം എടുത്തത് വിട്ടതല്ല, അങ്ങനെയായിരുന്നു. അത്രയും ഭയങ്കര സ്മെല്ലും അറിയില്ല. അതിൻ്റെ ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ തുടങ്ങും. നമ്മുടെ ചപ്പലെല്ലാം ഇവിടെ അയച്ചു വെച്ചിട്ട് ചപ്പലില്ലാണ്ട് നമ്മൾ നടക്കേണ്ടത്. സോ പോവാണെങ്കിൽ ഫ്രണ്ട്സ്, നമ്മളെ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇവിടെ ഇപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സാണ്. ഇതുപോലെയാണോ അങ്ങോട്ട് നമുക്കറിയില്ല, പോയി ചെന്നാലേ അറിയില്ല. പോകുന്ന വഴിക്കെല്ലാം ഓരോരോ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിപ്പം വേറൊരു ടെമ്പിളാണ്, കണ്ടോ? അങ്ങനെ ടെമ്പിൾസ് ഉണ്ട് ഇഷ്ടംപോലെ. നമ്മളിപ്പം തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ് നമുക്ക് അങ്ങോട്ട് കയറി പോകേണ്ടത്. ഇത് വണ്ടിയിൽ നമ്മൾ വരുന്ന വഴിയാണ് കയറി പോകേണ്ടത്. ചെക്കിങ് ആയിരുന്നു കേട്ടോ, ബാഗും നമ്മളൊക്കെ ചെക്കിങ് ആയിരുന്നു. അപ്പം ചെക്കിങ് കഴിഞ്ഞു. മാനെ, പുള്ളിമാനെ നോക്കി, ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനത്തിനെ കാണുന്നത്. നല്ലുണ്ട് പുള്ളിമാൻ ഫ്രണ്ട്സ്, പുള്ളിമാനെ നോക്ക്. വാവ് വായിച്ചിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ നല്ലുണ്ട്, വെള്ള കളറ് ഡോട്ട്സ് അതിൻ്റെ മുകളിൽ നല്ലുണ്ട്. നല്ല വലിയ കൊമ്പും. ഓപ്പോസിറ്റ് സൈഡ് ഫുള്ള് കാടാട്ടാ, ഫുള്ള് നമ്മൾ മല കയറി തുടങ്ങി. ഫ്രണ്ട്സ്, ഇപ്പം ഓപ്പോസിറ്റ് സൈഡും കാടായിട്ടാ, കാട് മല തന്നെ. നമ്മളിപ്പം രണ്ട് സൈഡും ഇപ്പം തന്നെയാണ്. പിന്നെ അവിടെ സൺറൈസ്, സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് കേട്ടോ അവിടെ അപ്പുറത്തുനിന്ന്. 2 മിനിറ്റ് റെസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം കയറുന്നില്ലോ. ബിക്കോസ് നമുക്ക് ഒരുപാട് കയറാൻ്റെ എല്ലാവരും സൈഡായിട്ടുണ്ട് ചെറുതായിട്ട്. നെറ്റിൽ സെർച്ച് ചെയ്ത സമയത്ത് 3550 സ്റ്റെപ്സ് അങ്ങനത്തെ ഉണ്ട് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല എത്ര പേര് ഉണ്ടെന്ന്. ആക്ച്വലി 200-ാമത്തെ ഇത് 200th സ്റ്റെപ്പായിട്ട് നമ്മൾ കയറി വന്നത്. ഇനിയിപ്പം എത്രയും കൂടി ഉണ്ട് നമുക്കറിയില്ല. ബട്ട് 2 വേ ഉണ്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഏത് വഴിയാണെന്ന് എനിക്കറിയാം. രണ്ടും ഒരു സ്ഥലത്തേക്കും അല്ല ഉള്ളത്, രണ്ടും 2 വഴിയിലേക്ക് കൂടിയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. സോ ഫ്രണ്ട്സ്, വി അഗെയിൻ സ്റ്റാർട്ടഡ് അവർ ജേർണി. ഗൈസ്, പോവാം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ഷോപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. വാഷ്റൂം സൗകര്യം, ഷോപ്പും അങ്ങനെയുള്ള ചായം കുടിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. ആൻഡ് ഫ്രണ്ട്സ്, ഇത് കൂടി സംബന്ധം എന്താ നോക്കി, എന്താ സംഭവം നോക്കി. ഫുള്ള് മരപ്പണി കൊത്തി വെച്ചിട്ടുള്ളത്, ഫുള്ള് കൊത്തി വെച്ചിട്ടാണുള്ളത്. നോക്കാം, ഈ കുത്തനെ കയറ്റാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ തിരുന്നുണ്ട്, നല്ല വലിയ കയറ്റാണ്, കുത്തനെയാണ് കയറുന്നത്. നമ്മളേനെ പാറക്കെട്ടുകളെല്ലാം എന്തെല്ലോ വെച്ച് എഴുതിയിട്ടും കല്ലെല്ലാം അടുക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇത് നമ്മൾ 300th സ്റ്റെപ്പ് എത്തി. ഇനിയിപ്പം 300. ഇനിയിപ്പോൾ 3250 നമുക്ക് കയറാനുണ്ട്. വീണ്ടും ഒന്ന് എടുക്കാൻ എഴുതിയിട്ടുണ്ട്. ഇതൊരു ടെമ്പിളാണ് കേട്ടോ. ടെമ്പിളല്ല, ചെറിയ എന്തോ രൂപം പോലെ ഉണ്ട്. ഇങ്ങനെ വേണം നമ്മൾ കയറാൻ വേണ്ടി. ചക്കുരം കത്തിക്കുന്നുണ്ട്, അത് കത്തിക്കുന്നതാണ് കർപ്പൂരം. കുറിയിൽ ഇവരിങ്ങനെ ആക്കുന്ന കേട്ടോ. സ്റ്റെപ്പിലെല്ലാം കുറി അവർ വരക്കുന്നുണ്ടോ. ഇതുപോലെയാണ് ഒരാൾ അതുപോലെ അവർ റെഡ് കുറിയും വരക്കും. 300th സ്റ്റെപ്പ് എത്തി. ഇനിയിപ്പോൾ 3050 സ്റ്റെപ്സും കൂടി നമുക്ക് കയറണം. അമ്മ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, ഫുള്ള് വേർത്ത് ഒലിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് പറ? ഭയങ്കര
ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, മനസ്സിങ്ങനെ നിറഞ്ഞു. അമ്മേൻ്റെ മനസ്സ് ഫുള്ളാന്നാ പറയുന്നത്. അയ്യോ ഫ്രണ്ട്സ്, രണ്ട് സൈഡിലും കണ്ട പാറക്കെട്ടുകളും മലയാണ്. നമ്മൾ മലേൻ്റെ മുകളിലാണ് ഇരിക്കുന്നത്. നോക്ക് നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. താഴേക്കുള്ള വ്യൂ ആട്ടെ ഇത്. നോക്ക്, താഴെ വീടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം വേർതിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ 800 കഴിഞ്ഞാൽ കുറച്ച് നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ. ഫ്രണ്ട്സ്, ശ്വാസം കിട്ടുന്നില്ല. സോ കുറച്ചേരം നിന്നിട്ടോ. അപ്പുറം ഇപ്പുറം ഫുള്ള് കാടും മരും അങ്ങനത്തെയാണ്. ബിക്കോസ് കുന്നിനെ വേണ്ട കാണല്ലോ ഫ്രണ്ട്സ്. ഇവിടെ സൈഡ് ബൈ സൈഡ് ഇരിക്കാനാക്കിയിട്ട് നന്നായി. അതാകുമ്പോൾ നമുക്ക് പറ്റുന്നത്ര വരെ കയറിയിട്ട് പിന്നെ മെല്ലെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ മെല്ലെ പോയാൽ മതി. ഫുള്ള് രണ്ട് സൈഡിലും ഇരിക്കേണ്ട സ്ഥലമുണ്ട്. അപ്പുറത്തെ സൈഡിലേക്കുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നോക്ക് അമ്മേ, നമ്മൾ അത്രയും കയറി, അത്രയും മലക്ക നമ്മളുള്ള 2150 സ്റ്റെപ്സ് നമ്മൾ കഴിഞ്ഞു. ഇനിയുണ്ട് ബാക്കി. ടോട്ടൽ 3550 സ്റ്റെപ്സ് ആണ്. അതിനകത്ത് നിന്ന് 2110 സ്റ്റെപ്സ് 50 നമ്മൾ കംപ്ലീറ്റ് ആക്കി. കുറച്ച് സ്പീഡാട്ടോ നമ്മൾ. ഇപ്പോൾ സമയം അത്ര ആയിട്ടുള്ളൂ, 7 മണി കഴിഞ്ഞതേ ഉള്ളൂ ടൈം. അനിയൻ ഇട്ടുകൊടുത്ത ഫുഡ് ആടെ അണ്ണാൻ കഴിക്കുന്നത് നിങ്ങൾ കണ്ടോ? സായ ഇട്ടുകൊടുത്തതാണത്. കഴിച്ചുകൊണ്ടിരിക്കുന്ന അണ്ണാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ. സായി ഇട്ടുകൊടുത്തതാണ്. സിറായി എന്തോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. മിക്സർ ടൈപ്പ് സംഭവമാണ്. കഴിച്ചു അതണ്ണൻ. നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത്. നമുക്ക് അങ്ങോട്ട് നല്ല വ്യൂ ആണ്. ബാക്കിലോട്ട് കാണുന്നുണ്ടോ എനിക്കറിയില്ല. അതാ കണ്ടോ? കൊക്കയാണ് ഗൈസ്. ഇപ്പോഴത്തെ സൈഡ് ഫുള്ള് കൊക്കയാണ്, അപ്പുറത്തെ സൈഡ് ഫുള്ള് കാട് ഗൈസ്. എനിക്കൊന്നും നമ്മൾ കുറേ കയറിയിട്ടാ. കുറച്ചും കൂടി ഉണ്ട് ഇനി. നമുക്ക് 1 o'clock നമുക്ക് എത്തേണ്ടത്. നമ്മളുടെ ടൈമിങ് നമുക്ക് കിട്ടിയത് 1 o'clock. വാമനൻ്റെ ഒരു അവതാരമാണിത്. ഇടയ്ക്കുള്ളൊരു ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പുറം 2 ടെമ്പിളായിട്ടുണ്ട്. ഇവിടെ തൊഴുതു. നല്ല തിരക്കുണ്ട്. കുറേ ആൾക്കാർ നടന്ന് കയറുന്നതിന് കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഓരോന്നെല്ലാം കഴിച്ചുകൊണ്ടാണ് കയറിയത്. നമ്മൾ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം. പിന്നെ ഒരു സ്വീറ്റ് ലസ്സി വാങ്ങി, ഞാൻ അത് കുടിച്ചു. പിന്നെ മൗണ്ടൻ ഡ്യൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം കച്ച മാംഗോ കഴിച്ചുകൊണ്ടിരിക്കുക. ഓരോന്നെല്ലാം വാങ്ങിയിട്ട് കഴിച്ചിട്ടാണ് പോകുന്നത്. ഓരോ സൈഡിൽ ഇരിക്കുക. അവിടെ സെൽഫ്സോ ഇരുന്നിച്ചൊക്കെ നമ്മൾ പോകുന്നത്. കോൺ വാങ്ങിയിട്ടുണ്ട്. കോൺ കയറി വന്ന സമയത്ത് ഇവിടെ ഒരുപാട് കഴിക്കാനും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ ഇളനീര് എന്നല്ല പറയുന്നത്, ഇളനീര് വാങ്ങി കുടിച്ചു. വലിയ മധുരമൊന്നുമില്ല. പിന്നെ അതിനകത്ത് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. മധുരം ഇല്ലാത്തതുകൊണ്ട് വലിയ ടേസ്റ്റ് ഇല്ല. ഫുള്ള് വലിയ മാർക്കറ്റ് കണക്കാൻ കണ്ട. ഇഷ്ടംപോലെ ഫുഡ് കഴിക്കാനായാലും ഇഷ്ടംപോലെ അവിടുന്ന് ഈടം വരെ ഫുള്ള് തിന്നേണ്ട സാധനങ്ങളാണ്. കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. കഴിക്കുമെന്ന്. ഇവിടെ കരിക്കിന് ഒന്നിന് 70 rupees, 70 മുതൽ 90 അങ്ങനെ. അതിലൊരു കൂട്ടം ചോക്ലേറ്റ് വാങ്ങും. ഇന്ന് നമ്മൾ കുറേ ചോക്ലേറ്റ് വാങ്ങുക ഇഷ്ടംപോലെ ഉണ്ട്. ഇത് വേറൊരു സംഭവം. പണ്ട് കഴിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട് ഈ സംഭവം. ഇഷ്ടംപോലെ ചോക്ലേറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ 2000 സംതിങ് സ്റ്റെപ്സ് നമ്മൾ കയറി. പിന്നെ 1000, അതെ 2200 സ്റ്റെപ്പ് നമ്മൾ കയറി. 1350 സ്റ്റെപ്സ് റിമൈനിങ് ആണ്. അതുകൂടി കയറി നമ്മൾ അവിടെ എത്തും. ഇപ്പോൾ സമയം എനിക്ക് ഒരു 9 മണിയെല്ലാം കഴിഞ്ഞതേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മൾ വേഗം എത്തി. നമ്മൾ ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബബിള് വാങ്ങി. അതപ്പോൾ ഊതിക്കൊണ്ട് നടക്കാം. അതിലൂടെ നമ്മൾ വാങ്ങി. മാങ്ങ തിന്നുകയാണ്. മാങ്ങ കഴിച്ചുകൊണ്ട് നടക്കാണ് ഫ്രണ്ട്സ്. മാങ്ങ നല്ല മാങ്ങ കേട്ടോ. പുളിയുമില്ല, ഭയങ്കര മധുരമില്ല, ഒരു മീഡിയം നല്ലുണ്ട്. ശ്രീരാമൻ്റെ ടെമ്പിൾ കേട്ടോ. നമ്മൾ ആടെ പോയിട്ട് തിരിച്ചിറങ്ങുന്ന റോഡ് എന്ന് പറയുന്നത് അതിലൂടെ പോകുന്നത് കണ്ടോ.
ഇപ്പം നമ്മൾ അതിൻ്റെ സൈഡിലൂടെയാണ് നടന്ന് കയറുന്നത്. ഇപ്പം ഇത് കുറച്ച് സ്ട്രെയിറ്റ് ആട്ടോ, സ്റ്റെപ്പെല്ലാം കുറവാണ്, ഓരോരോ സ്റ്റെപ്പെല്ലായിട്ട് അടക്കലുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ അടുത്ത് റോഡിലെത്തും, നമ്മളിപ്പോൾ അടുത്ത് റോട്ടുമേലെത്തും. ലൈം സോഡ നല്ല ഇருக்கு. വെറൈറ്റി സാധനം എന്തോ കഴിക്കുന്നത് കണ്ട, ഫീഡ് ചെയ്യാൻ പാടില്ല പറഞ്ഞാൽ ആരും തന്നെ കൊടുത്തിനും അറിയില്ല. നല്ല ഉണ്ട് കാണാൻ. ഫ്രണ്ട്സ് നല്ല ഉണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഒരു ബ്രൗൺ ബ്ലാക്ക് കളർ ഫുള്ള് നല്ല ഉണ്ട്. സച്ചൻ അതിനെ ഫീഡ് ചെയ്യാൻ പറ്റുമോ നോക്കാണ്, അറിയില്ല. ഇല്ല അത് വാങ്ങുന്നില്ല. അയ്യടാ അതിന് പിടിക്കാനാവുന്നില്ല. అది നോക്കുന്നുണ്ട്. അച്ഛൻ കൊടുത്തു. ഇനി അത് അച്ഛൻ കൊടുത്ത സാധനം കൈമ പിടിച്ച് തിന്നുന്നാ. ഫീഡ് ചെയ്യാനിപ്പോ സായിപ്പം അച്ഛനറിയുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഫീഡ് ചെയ്യാൻ വേണ്ടി. ചൈന കൈമത്തെ കഴിച്ചാലേ ബാക്കി വാങ്ങൂ തോന്നുന്നു. പോയി അങ്ങനെ നടന്ന് റോഡിന്റെ സൈഡിലൂടെയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പുറത്തെ സൈഡ് റോഡും മലയും അങ്ങനെയൊക്കെയാണ്. ഇപ്പുറത്തെ സൈഡ് ഫ്രണ്ട്സ് അടിപൊളി വ്യൂ ആണ്. ഇപ്പുറത്തെ സൈഡിൽ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. മലയും അതും ഇതും ഉണ്ടോ, നല്ല ഉണ്ട്. KSRTC ഉണ്ടോ ഇവിടുത്തെ, അടിപൊളി. ഫ്രണ്ട്സ് നമ്മളെ സൈഡിൽ നോക്ക് നിങ്ങൾ, കൂറ്റ മല, ഫുൾ മലയാണ്. ഈ നേരം നമ്മൾ റോട്ടുമലയിൽ കൂടെയാണ് വന്നത്. ഇനിയിപ്പം ഫുള്ള് സ്റ്റെപ്പാട്ടാ, വലിയ സ്റ്റെപ്പാണ്. നമ്മൾ ഫുള്ള് സ്റ്റെപ്പ് കയറണം. നമ്മൾ 3300 സ്റ്റെപ്പ് കയറി. ഇപ്പം നമ്മൾ മൂന്നാളും മാത്രമേ ഇല്ലൂ കേട്ടോ, നമ്മൾ മൂന്നാളും ഇല്ലൂ. എല്ലാവരും ബാക്കിലാന്നുള്ളത്. വേഗം കയറി എത്താൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. എനിക്കൊന്ന് സ്റ്റെപ്പ് ഏകദേശം കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. എനിക്ക് 200 ഇനി 250 സ്റ്റെപ്പും കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ എത്തും നമ്മൾ. സോ നമ്മൾ മൂന്നാൾ മാത്രമേ ഇല്ലൂ. ഇങ്ങനെ നടക്കുമെന്ന് എവിടെയാണെന്ന് ഇങ്ങനെ നടക്കുമെന്ന്. നമ്മൾ ഫുള്ള് രണ്ട് സൈഡിൽ ഫുള്ള് കാടാണ് ഗൈസ്, ഫുള്ള് കാടാണ്. പിന്നെ നമ്മൾ വന്നിട്ട് നമ്മൾ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുമ്പോഴത്തേക്ക് അവർ മെല്ലെ ബാക്കിൽ വരും. എന്നിട്ട് നമുക്ക് അവരൊപ്പം പോകാം. കുറച്ചേരം നമ്മൾ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി നമ്മൾ കയറാൻ പോവാണ്. അതുകൂടി കഴിഞ്ഞാൽ സ്റ്റെപ്പ് കഴിഞ്ഞു. ഫൈനലി 3550 സ്റ്റെപ്സ് നമ്മൾ കയറി കഴിയാൻ പോവാണ് ഗൈസ്. ലാസ്റ്റ് സ്റ്റെപ്പ് കൂടി ഫ്രണ്ട്സ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി കഴിഞ്ഞു. സ്റ്റെപ്പ് കയറി നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്ക് നടക്കണം. ഇനി നമ്മൾ നടന്നിട്ടാണ് പോകേണ്ടത്. സ്റ്റെപ്പ് 3000, നിങ്ങൾ ഓർക്കുക, 3550 സ്റ്റെപ്സ് ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞു. വാവ്, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നു ഗൈസ്. എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് ഇത്രയും സ്റ്റെപ്പ് കയറുന്നത്, ഒന്നാമത്തെ കാര്യം.
പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പലിടാണ്ട് ഞാൻ നടക്കാറില്ല. എനിക്ക് ഒരു കുറച്ച് പോലെയൊക്കെ നടക്കാൻ പറ്റില്ല, ഒരടി നടക്കാൻ പറ്റില്ല ചപ്പലില്ലാണ്ട്. അങ്ങനത്തെ ഞാൻ ചപ്പലില്ലാണ്ട് നടന്നു ഫ്രണ്ട്സ്. എനിക്ക് തന്നെ എന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നു, അന്നറിയില്ല, സന്തോഷമുണ്ട്. ഇത്രയധികം നടന്ന് വന്നു. ക്ഷീണമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്തെല്ലോ അകത്താക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ക്ഷീണമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു ഓക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ ഗായ്സ്, നമ്മളത് ചെയ്തു. ഇനിയിപ്പം കഴിഞ്ഞു, നമ്മൾ എടുത്തി. ഇനിയിപ്പോൾ നമുക്ക് നടന്നിച്ച് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 11:45 ആയതേ ഉള്ളൂ. നമുക്കവിടെ എത്തേണ്ടത് 1 o'clock. നമ്മൾ നല്ല നേരത്തെയാണ് ഇവിടെ എത്തിയത് കേട്ടോ. നല്ല നേരത്തെ നമ്മളിവിടെ എത്തിയത്. ദർശനമൊക്കെ കംപ്ലീറ്റ് ആക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാവരും അച്ഛനും പിന്നെ എപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഡ് കഴിക്കട്ടെ. നമ്മൾ ഇന്നലെ കയറിയ ഹോട്ടലാണ് പറഞ്ഞത്, ആനന്ദ് ഭവനിലാണ് കയറിയിട്ടുള്ളത്. എന്നിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യണം. ഇന്ന് തന്നെ നമ്മളിപ്പം പോകാൻ ചിലപ്പോൾ ചാൻസ് കുറവായിരിക്കും. ചിലപ്പോൾ നാളെ ആയിരിക്കും ഇവിടുന്ന് പോകുന്നുണ്ടാവാം. പിന്നെ ദർശനത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആക്ച്വലി ഇന്ന് രാവിലെ 5 മണിക്ക് ഇവിടുന്ന് പോയതാണ്. ഇപ്പം രാത്രിക്കാണ് തിരിച്ചെത്തിയത്. നമ്മൾ പോകുമ്പം 3550 സ്റ്റെപ്പ് കയറി അങ്ങോട്ട് പോയി വരുന്ന സമയത്ത് നമ്മൾ ടാക്സിക്കാണ് വന്നത്. ആൻഡ് ദ എക്സ്പീരിയൻസ് വാസ് ഗുഡ്. അതിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് അമേസിങ്, എന്താ പറയുന്നത് എനിക്കറിയില്ല. ഫുള്ള് സ്വർണം കൊണ്ട് പൊതിഞ്ഞുള്ളൊരു ടെമ്പിളാണ്. ഒരുപാട് ത്യാഗം, മീൻസ് ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു അതിനകത്ത് കടക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് റിസ്ക് ഉണ്ടായിരുന്നു. ആൻഡ് അത് ഫൈനലി അത് കണ്ട സമയത്ത് ഇറ്റ് വാസ് സോ ഗുഡ്, എക്സ്ട്രാordinary ഗൈസ്. ആൻഡ് കാലൊന്നും എനിക്കില്ല, എനിക്ക് കാലുണ്ടോയെന്ന് എനിക്ക് ഫീൽ ആവുന്നില്ല ആക്ച്വലി. അങ്ങനെയായിരുന്നു. ഇറ്റ് വാസ് സംതിങ്. ഇതാണ് വേറൊരു വ്ളോഗർ. അടിപൊളിയായിരുന്നു അല്ലേ? സൂപ്പറായിരുന്നു. എക്സ്പീരിയൻസ് ഭയങ്കര. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ചപ്പലിട്ടാണ് നടക്കുന്നത്, ഇത്രയും ദൂരം നടക്കുന്നത്, ഇത്രയും സ്റ്റെപ്പ് കയറുന്നത്. എല്ലാവരും ആദ്യമായിട്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കട്ടും, എന്നിട്ട് നമ്മൾ ഇനി തീരുമാനിക്കില്ല എന്താ ചെയ്യേണ്ടതെന്ന്. ഫ്രണ്ട്സ്, പൊറോട്ടയും പിന്നെ പനീറും ആണ് കേട്ടോ പറഞ്ഞ കറി. അമ്മ ഇഡലിയും അച്ഛൻ ഊത്തപ്പം. ഒന്നിന് ഊത്തപ്പം എന്ന് പറഞ്ഞ. നമ്മുടെ 4th ഡേ ഇവിടെ എൻഡ് ആവാൻ പോവാണ്. സമയം 12 മണിയാവാനായിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ വന്ന് ഇനിയിപ്പോൾ നാളെ മോർണിംഗിലായിരിക്കും നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ടാവുക. സോ ഗൈസ്, ഇന്നത്തെ എക്സ്പീരിയൻസ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് നമ്മൾ രാവിലെ പുലർച്ചെ പോകുന്നതായിരിക്കും നമ്മൾ ഇവിടുന്ന്. ആൻഡ് ഇന്നത്തേക്ക് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ട് ഫ്രഷായി. സോ ഗൈസ്, നമ്മുടെ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻറ്റ് ഇടുക. നിങ്ങളുടെ കമൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടൊരു പ്രചോദനം. ബിക്കോസ് കമൻറ്റ് ഇടുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ആക്കാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. സോ മസ്റ്റ് കമൻറ്റ്. നിങ്ങൾ ലൈക്കും ഷെയർ ഒന്നും ചെയ്തില്ലെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. നല്ല കമൻറ്റ്സാണ് നമ്മൾ അംഗീകരിക്കുന്നതായിരിക്കും. സോ that's all guys, bye bye from Sanju, bye.